24 എക്സ്ക്ലൂസീവ് മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യസൂത്രധാരൻ ബിലാൽ എന്ന പോലീസ് ഒരു യുവതിയെ വിദേശത്തെത്തിച്ചാൽ ബിലാലിന് ലഭിച്ചിരുന്നത് 1 ലക്ഷം രൂപ വരെയാണ്. മൂന്നാം പ്രതി അലീന സെക്സ് റാക്കറ്റിലെ പ്രധാന കണ്ണി എന്ന് സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖ 24 പുറത്തുവിട്ടു. സാഗർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അലീന ബിസി ആണോ? ഞാൻ പറഞ്ഞു ഇല്ലപ്പാ. അപ്പ പറഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് റഹ്മത്തിനെ കയറ്റിന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് കണക്ട് ചെയ്യാറുന്നില്ലേന്ന് ചോദിച്ചതാ. അല്ല, ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ഉണ്ടെന്ന്, പക്ഷെ ഞാൻ ഇല്ല പറഞ്ഞോണ്ട് റഹ്മത്തിൻ്റെ ഓക്കെ ആക്കിയതാ. ഇപ്പം ചേച്ചിക്ക് 1000 കൊടുത്തിട്ട് 1 ഷോട്ടിന്റെ പൈസ വാങ്ങിയാൽ 10K, പിന്നെ 400 എക്സ്ട്രാ തന്നാലും 10K നൈറ്റിന്റെ പൈസ ആവണുള്ളൂ. അപ്പൊ അതിനേക്കാളും ഇത്രയും നേരം ഇരുന്നുകൊണ്ട് ഫുൾ നൈറ്റിന്റെ പേയ്മെന്റ് പോലെയാണ് തന്ന 1200 തന്നു പറഞ്ഞാൽ 1200 കൊടുക്കാം. അപ്പൊ എനിക്ക് അതിൽ നിന്ന് 20 കിട്ടും, പിന്നെ 200 എക്സ്ട്രാ ഉണ്ടല്ലോ. ചേച്ചിയെ വിജയം വിളിച്ചോണ്ടിരിക്കുക. സാഗർ മെസ്സേജ് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിട്ട് കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നില്ല, ചേച്ചി വേറെ ടാക്സി നോക്കിട്ടാ, നിൽക്കുന്നില്ലേ, നമ്മൾ പോവാ. കൊച്ചിയിലെ ഗുണ്ടാ നേതാവും അലീനയുടെ സുഹൃത്തുമായ ഔറംഗസീബിലേക്കും പോലീസ് അന്വേഷണം ആരംഭിച്ചു. സിന്ധുവിന്റെ അക്കൗണ്ടിൽ നിന്ന് ഗുണ്ടാ നേതാവിന് നിരവധി തവണ പണം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, 24 പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വാർത്തയാണിത്. അതിൽ തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്ന പേരുകൾ നിരവധിയാണ്. ഗുണ്ടാ നേതാവുമായുള്ള ചങ്ങാത്തം ഉൾപ്പെടെ അവരുടെ ഇടപെടൽ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ പുറത്തു വരുന്നു. പോലീസ് അന്വേഷണം നിലവിൽ എവിടെ എത്തി നിൽക്കുന്നു? ഇതിനപ്പുറത്തേക്ക് മറ്റാരിലേക്കെങ്കിലും ഈ അന്വേഷണം എത്തുന്നുണ്ടോ? ഇതൊരു സംഘടിത കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ പോലീസിന് തർക്കമില്ല. നിലവിൽ പ്രതിപട്ടികയിലുള്ളത് 5 പേരാണെങ്കിലും ഇപ്പോൾ പ്രതിപട്ടികയ്ക്ക് പുറത്തുള്ള ഈ ശ്രീകുമാർ, ബിലാൽ എന്ന ശ്രീകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിന്ധുവിനെ അടക്കം നിയന്ത്രിച്ചിരുന്നത് ശ്രീകുമാറാണ് അല്ലെങ്കിൽ ബിലാലാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ നടത്തിയപ്പോഴാണ് ഈ ബിലാൽ ഈ കേരളത്തിൽ നിന്ന് നിരവധി യുവതികളെ വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന് അയാൾക്ക് 50,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ പരാതിക്കാരിയുടെ വീട്ടിലെത്തി ബിലാൽ അവരുടെ കുടുംബത്തെ കൺവിൻസ് ചെയ്തിരുന്നു, ഒരു ഷോയിൽ പങ്കെടുത്താൽ 50,000 രൂപ ലഭിക്കും, അങ്ങനെ നിങ്ങളുടെ പ്രതിസന്ധിയൊക്കെ മാറും എന്നാണ് ആ കുടുംബത്തോട് പറഞ്ഞ് ഇയാൾ ബോധ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടി അങ്ങോട്ടേക്ക് പോയതും ഈ ദുരനുഭവം നേരിടേണ്ടി വന്നത്. ഇയാൾ നിലവിൽ കൊച്ചിയിൽ സെറ്റിൽഡ് ആണ്. ഈ അവിടെ വിദേശത്ത് നടക്കുന്ന എല്ലാ ബിസിനസ്സുകളുടെയും ഒരു ഭാഗം ഇയാൾക്കും കമ്മീഷനായി ലഭിക്കുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഒപ്പം സിന്ധുവിനെ കേന്ദ്രീകരിച്ച്, സിന്ധുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഗുണ്ടാ നേതാവായ ഔറംഗസേബിലേക്ക് പോലീസ് എത്തുന്നത്. ഈ സിന്ധുവിന്റെ അക്കൗണ്ടിൽ നിന്ന് ഔറംഗസേബിന്റെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ സംഘത്തിനുള്ള ഒരു കാവൽ അല്ലെങ്കിൽ ഒരു സംരക്ഷണം ഒരുക്കുന്നതിന്റെ ഭാഗമായാണോ, അതല്ല എങ്കിൽ നേരിട്ട് ഈ റിക്രൂട്ട്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സെക്സ് റാക്കറ്റിന്റെ ഭാഗമായതുകൊണ്ടാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണം. അതിൽ വിശദമായ അന്വേഷണം നടക്കും. ഔറംഗസേബിനെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് സിന്ധു, അതോടൊപ്പം അലീന, മഞ്ജിമ, ഈ ബിലാൽ, ഇവർ 4 പേരെ റിമാൻഡ് ചെയ്ത ശേഷം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അതുവഴി കൂടുതൽ പ്രതികളിലേക്ക്, അതായത് വിശദമായ ചോദ്യം ചെയ്യൽ വഴി കൂടുതൽ പ്രതികളിലേക്ക് എത്താമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ SIT പങ്കുവെക്കുന്നത്. 2-3 അറസ്റ്റുകൾക്ക് കൂടിയുള്ള സാധ്യതയും SIT പറയുന്നുണ്ട്. ഒപ്പം കൂടുതൽ പരാതികൾ, 2 പെൺകുട്ടികൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ നേരിട്ട് വിളിച്ച് തങ്ങൾക്ക് നേരിട്ടുള്ള ദുരനുഭവം പറഞ്ഞിട്ടുണ്ട്. ആ പരാതിയുടെ മെറിറ്റ് പരിശോധിച്ച ശേഷം അതിൽ കേസെടുക്കും, അതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിലേക്ക് കടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചെറിയ ശൃംഖലയല്ല, കേരളത്തിൽ നിന്ന് ദുബായ് വരെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു കൊടും ക്രിമിനൽ സംഘം എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പ്രവിധ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.